വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയമുറത്ത്. സ്ഥലം വിൽക്കാനായിട്ട് ഒരുപാട് ആളുകൾ വിഷമിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. സ്ഥലം വിറ്റുപോകാതെ. അത് സാധാരണ സ്ഥലമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വരണു, കാണുന്നു, എന്നാലെ ബ്രോക്കർ മുഖാന്തരം അല്ലെങ്കിൽ ബോർഡൊക്കെ എഴുതി വെച്ച് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സാധനം വിറ്റുപോകും. ഇന്ന് പല സ്ഥലങ്ങളും ഒരുപാട് ആളുകൾ വന്നിട്ട് നോക്കി അത് ശരി പിന്നെ വരാട്ടാ എന്ന് പറഞ്ഞിട്ട് പോകുന്നവരുണ്ട്. കാണാൻ യാതൊരു തിരക്കുണ്ടാവില്ല. സ്ഥലത്തിന് വഴിയുണ്ടാവും, അതിലെ വഴിയുണ്ട് ഇതിലെ വഴിയുണ്ട്, ചിലപ്പോൾ 2-3 ഭാഗത്തൂടെ വഴിയുണ്ടാവും. കിണറുണ്ട്, നല്ല പ്ലാവുണ്ട്, മാവുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, തേക്കുണ്ട്, ചില നല്ല വീടുള്ളതുണ്ട്. പക്ഷെ അത് സ്ഥലം മേടിക്കാനായിട്ട് ആളും വരില്ല. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും വെച്ചാൽ അവര് കുറേ അധികം ആളുകളൊക്കെ പറയും. ചിലപ്പോൾ അവർക്ക് അത്യാവശ്യമുള്ളവരായിരിക്കും സ്ഥലം വിറ്റ് പോകേണ്ടത്, അല്ലെങ്കിൽ ആ സ്ഥലത്ത് അവർക്ക് താമസിക്കാൻ പറ്റാത്ത ചില പ്രതിസന്ധികൾ വരുമ്പോഴാണ് എങ്ങനെയെങ്കിലും ഇത് വിറ്റുപോയാൽ മതി എന്നുള്ളതിൽ ചിലപ്പോൾ അവര് വിൽക്കാനുള്ള ആരംഭങ്ങൾ വെക്കുക. അപ്പൊ അങ്ങനെ വിൽക്കാനായിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആരും വരില്ല. അത് വന്നാലും വില കൊണ്ട് ആകില്ല. ഇപ്പൊ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറെ കഴിഞ്ഞിട്ട് ആരെങ്കിലും വരിക. അങ്ങനെ ആകുമ്പോൾ ഈ വ്യക്തികൾ ചിലപ്പോ ഈ ജ്യോത്സ്യന്മാരിനോ പൂജാരിനോ അല്ലെങ്കിൽ കർമ്മികളോ കണ്ടിട്ട് അവർ ഓരോന്ന് ചെയ്ത് കൊണ്ടുവരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവർ പറയും എന്താ ആവശ്യം, എന്താ കാര്യം. അപ്പോൾ ഇങ്ങനെ സ്ഥലം വിറ്റുപോകാനാണ്, ഇന്ന സ്ഥലത്ത് കണ്ണായ സ്ഥലമാണ്, അതിന് ആളുകൾ വരുന്നുണ്ട്, ചിലരാളുകൾ വരുന്നില്ല. വന്നാലും അവർ ഇപ്പോൾ പറയാട്ടോ നാളെ പറയാം അല്ലെങ്കിൽ ഇവരെ അറിയിക്കാന്ന് പറഞ്ഞിട്ട് പോകണം, വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അനുസരിച്ച് ആ കേട്ടനുസരിച്ച് സാധാരണ ചെയ്യുന്നത് അങ്ങനെയാണ്. അവർ വല്ല തകിടുകളൊക്കെ എഴുതിയിട്ട് അതിന് 4 മൂലക്കിൽ വെക്കാനിട്ട് കൊടുക്കും, അല്ലെങ്കിൽ അത് കയറ് ചെല്ലിനോടത്ത് വെക്കാൻ കൊടുക്കും. ആ ചിലർ ഇളനീരിൽ തകിട് എഴുതി പ്രവൃത്തിയൊക്കെ ചെയ്ത് ബന്ധസായിക്കിട്ടോട് വെച്ച് കൊടുക്കുന്നവരുണ്ടാവും. സാധാരണ അങ്ങനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വിറ്റ് പോകണതിന് ആളുകൾ വരും. വന്നവൻ പിന്നെ അവിടെ നിന്ന് വിട്ടുപോകില്ല. ആരും ഉറപ്പുകൊണ്ടാണ് കർമ്മികളൊക്കെ ചെയ്യാതെ. പക്ഷേ അത് എന്ത് ചെയ്താലും മേൽക്കാത്ത ചില സംഗതികളുണ്ടാവും, ചില സ്ഥലങ്ങളുണ്ടായിരിക്കും. പക്ഷെ ചിലവർ ഇതൊന്നും നോക്കാതെയാണ് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. ഈ സ്ഥലം എന്തുകൊണ്ട് വിറ്റ് പോകുന്നില്ല, പ്രത്യേകിച്ച് വല്ല കാര്യങ്ങളുണ്ടോ, പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടോ, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ തന്നെ ഉണ്ടോ, ആ സ്ഥലത്തെ തന്നെ സംബന്ധിച്ചതിനുണ്ടോ എന്നാരും നോക്കാറില്ല. പെട്ടെന്ന് ആരും നോക്കില്ല. അവര് വന്നതിനനുസരിച്ച് ശരി ചെയ്തു തരാം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, ആ സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ ഒരു എത്ര ശതമാനം, 2%, ചിലർ 5% ഒക്കെ പൈസ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അത് വിറ്റ് കഴിഞ്ഞ് ഒരു സെന്റിന്റെ പൈസ ഉണ്ടെന്നുള്ളൂ. ചിലപ്പോൾ ഒരു 2 ലക്ഷം 3 ലക്ഷം ഇവിടെ ഒക്കെ ഉള്ളതായിരിക്കാം സ്ഥലത്തിന് ഒരു സെന്റിന്. അപ്പോൾ ആ ഒരു സെന്റിൽ നിന്ന് ഇത്ര പൈസ വെച്ചിട്ട്, അല്ലെങ്കിൽ അവര് മനസ്സറിഞ്ഞ് കൊടുക്കാന്ന് പറയുന്നുണ്ടായിരിക്കാം, ചോദിക്കുന്നവരുണ്ടായിരിക്കും എത്ര ശതമാനം വെച്ചിട്ട് എനിക്ക് സ്ഥലം വിറ്റ് കഴിഞ്ഞ് തരണം പറഞ്ഞിട്ട്. അവരൊക്കെ നല്ലൊരു പ്രത്യാശയോട് കൂടിയിട്ടാണ് ഈ സാധനം എന്തെങ്കിലുമൊക്കെ പ്രവർത്തികൾ ചെയ്ത് കൊടുത്തഴിക്കുക. പക്ഷെ അവിടെ ചെയ്ത് കൊടുത്താലും അവിടെ ഇത് കൊടുത്തഴിച്ചാലും അതിന് കൃത്യമായിട്ടുള്ള ഫലങ്ങളൊന്നും ഉണ്ടാകില്ല. അപ്പൊ അവര് വേറെ ആളെടുത്ത് പോകും, അവര് എന്തെങ്കിലും തരും, അത് കൊണ്ടുവയ്ക്കും. അങ്ങനെ നോക്കുമ്പോൾ നിറയെ പറമ്പ് നിറയെ ഈ മന്ത്രവാദികളുടെ ഈ കർമ്മങ്ങൾ ചെയ്ത് കൊണ്ടുവച്ചിരിക്കുന്ന സംഭവങ്ങളായിരിക്കാം. സത്യത്തില് ആ സ്ഥലത്ത് കൃത്യമായിട്ട് വല്ല ദേവസാന്നിധ്യങ്ങളൊക്കെ ഉള്ള മണ്ണും ഭൂമിയാണെങ്കിൽ ആ സ്ഥലത്ത് പൂർവികമായിട്ട് ഏതെങ്കിലും ദൈവങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതോ അല്ലെങ്കിൽ വെച്ച് പൂജിച്ചിരുന്നതോ ആചരിച്ചിരുന്നതോ ആയിട്ടുള്ളതായ മണ്ണും ഭൂമിയാണെങ്കിൽ ആ സ്ഥലത്തിന്റെ ഉടമസ്ഥന്മാര് ഏതെങ്കിലും കാരണവശാല് അവർ ഈ നാട് വിട്ടുപോകേണ്ട ഒരു അവസ്ഥകൾ വരിക. അപ്പൊ അത് കിട്ടിയ വിലക്ക് കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ദൈവങ്ങളെനൊക്കെ അവിടെ ഇട്ടിട്ട് അവർ ഉണ്ടാവുക. അത് അല്ലെങ്കിൽ അത് എന്തെങ്കിലും സൂത്രപ്പണിയൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് മാറ്റും. ചിലപ്പോൾ അത് കൃത്യമായിട്ട് വിട്ടുപോകുണ്ടാവില്ല. അത് വിട്ടുപോയാലും അവർക്ക് അതുകൊണ്ട് യാതൊരു ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ടാവില്ല കേട്ടാ. അവർക്കും അതുകൊണ്ട് യാതൊരു ഗുണങ്ങളും അപ്പോഴുണ്ടാവില്ല, പോയിന്റ് ശേഷം ഉണ്ടാവില്ല. മേടിച്ചോൻ അതിൽ തീരുണ്ടാവില്ല. കാരണം എന്ന് പറഞ്ഞാല് അതിലുള്ളതായ ധർമ്മദീവാദികള് ചാത്തനോ ചൊവ്വയോ കാളിയോ കരിങ്കുട്ടിയോ അല്ലെങ്കിൽ മറ്റ് ഭുവനേശ്വരിയോ അതേപോലുള്ളതായ രക്ഷസ്സുകളോ അല്ലെങ്കിൽ ഗുളികൻ ഇത്തരം മൂർത്തികളൊക്കെ ആചരിച്ചു വന്നിരുന്നതായ കുടിവെച്ച് ആരാധിച്ചു വരുന്നതായ ചില സ്ഥലങ്ങളായിരിക്കാം. കാരണം ആ സ്ഥലത്ത് തന്നെ വരവുണ്ട്, പോക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതന്നെ ക്ഷേത്രം അടുത്ത പരിസരത്തൊക്കെ ഉണ്ടായിരിക്കാം. അവിടുന്ന് തൊട്ടടുത്ത ക്ഷേത്രങ്ങളിലൊക്കെ പോയി വരുന്നൊരു സംഭവങ്ങളുണ്ട്. ആദ്യം ഉണ്ട്, ഇപ്പോഴും ഉണ്ട് അത്. അപ്പൊ ആദ്യം എന്ന് പറഞ്ഞാൽ അധികം വീടും കാര്യങ്ങളൊന്നും ഇല്ല, താമസമൊന്നും ഇല്ലാത്ത കാരണം അത് ആരും ശ്രദ്ധിക്കാറില്ല. പിന്നീട് ആളുകളൊക്കെ അടുത്തടുത്ത് വീടുകളായപ്പോ അത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ചിലർക്ക് അവിടെ
ഈ നാൽക്കാലികളുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് അത് എഫക്റ്റ് ചെയ്യാതെ അവർ വെള്ളം കുടിക്കില്ല, അല്ലെങ്കിൽ മൂക്കെന്ന് പറയുമ്പോൾ അത് വീഴ പെട്ടിമറിഞ്ഞ് വീണ് മരിക്കുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അവർ എന്ത് ചെയ്താലും അവിടെ നന്നാവില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴോ ആരും കൂടെ അന്വേഷിക്കുമ്പോൾ ഇങ്ങനെ പോക്കുണ്ട് വരവുണ്ടെന്നൊക്കെ പറയാം. അപ്പോൾ അത് ഇതിൻ്റെയാണ് കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ കുടിവെച്ച് ആരാധിച്ചിരുന്നു, അല്ലെങ്കിൽ തൊട്ടടുത്ത് ക്ഷേത്രം ഉണ്ടായിരുന്നതിന്റെ ഭാഗമായിട്ട് ഈ മൂർത്തികളൊക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബം അല്ലെങ്കിൽ മണ്ണും ഭൂമിയൊക്കെ ആവാതെ അപ്പൊ ഇവര് ഒന്നുകിൽ ഇവർ ഈ ആളുകൾ പോവും. ഞാൻ പറഞ്ഞു ഇതിന്റെ അസൽ ഓണർമാർ ചിലപ്പോൾ അവർ നാട് വിട്ടുണ്ടായിരിക്കും, ഏതെങ്കിലും കാരണവശാൽ സ്ഥലം വിറ്റിട്ടോ അല്ലെങ്കിൽ മക്കളുടെ അവിടേക്ക് പോകലോ അല്ലെങ്കിൽ കല്യാണത്തിനായിട്ടോ ഏതെങ്കിലും കാരണവശാൽ കൈമാറി പോയിട്ടുള്ളതാ. മേടിച്ച ആൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അതുകൊണ്ട് യാതൊരു സുഖം ഉണ്ടാവില്ല. അപ്പൊ അവൻ തരക്കേട്ടില്ലാത്തൊരു സംഖ്യ ലാഭത്തിനോ മേടിച്ചിട്ടുണ്ടാവുക. അയാളുടെ കയ്യിൽ അയാൾക്ക് ഒന്നിനും പറ്റില്ല. ചിലപ്പോ ഇത് മേടിച്ചുകൊണ്ട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ ബിസിനസ്സും ഒക്കെ മൊത്തം പോയിണ്ടാവും. അങ്ങനെ കിട്ടിയ വിലയ്ക്കോ പിന്നെ കൊടുക്കുക. അത് അങ്ങനെ കൈമാറിയിട്ട് ചിലപ്പോ ഏതെങ്കിലും ഭാഗ്യദോഷിയുടെ കയ്യിലേക്ക് തന്നെ വരിക. അവരും ഏകദേശം ഇതേപോലെ തന്നെ ദുരിതങ്ങളോട് കൂടി നിൽക്കുന്ന ടീംസുകളായിരിക്കാം. അപ്പോ ഈ സ്ഥലത്ത് ഈ മേടിക്കുന്ന സ്ഥലത്ത് ഇതേപോലെ തന്നെ ഈ സർപ്പങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റു നാഗങ്ങളുടെ മറ്റേതോ ഈ ദേവസാന്നിധ്യങ്ങളൊക്കെ ഉള്ളതായ സംഗതികൾ പറഞ്ഞു. അങ്ങനെകൾ നശിച്ചിട്ടുള്ള ഒരു മണ്ണും ഭൂമിയും കാര്യങ്ങളാണ് വെച്ചെങ്കിൽ അതിലത്തെ മൊത്തം നാശങ്ങൾ തന്നെയാണ് ഇദ്ദേഹം ടോക്കൺ കൊടുക്കുന്നതോട് കൂടിയിട്ട് മേടിക്കുക. എന്തിനാണ് ടോക്കൺ കൊടുക്കുന്ന ആ സ്ഥലത്തുള്ള എല്ലാ ജംഗമ വസ്തുക്കളും അവൻ്റെ പിന്നെ അന്ന് തൊട്ട് ഇയാൾക്ക് കഷ്ടം, ഈ മേടിക്കുന്ന ആൾക്ക് കഷ്ടങ്ങളാവും ഉണ്ടായിരിക്കും. പലവർക്കും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് പറയണം എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇത്തരം ദുരിതങ്ങളുള്ള ഭൂമിക്കാണെങ്കിൽ ഭൂമി വെക്കാണ്ട് കഷ്ടപ്പെടുന്നവരുടെ കാര്യങ്ങൾ അവരോടൊക്കെ ചോദിച്ചാൽ അറിയാം. ഒരുപാട് സ്ഥലത്തേക്ക് ഇതിനു വേണ്ടി അന്വേഷിച്ച് നടക്കുന്നവരുണ്ട്. ഓരോ അമ്പലങ്ങൾ കയറി ഇറങ്ങിയിട്ട് എങ്ങനെയും വിറ്റാൽ മതി എന്നുള്ളതിൽ. കാരണം ഇത് വിറ്റാലാണ് അവർക്ക് കടം വിട്ടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുട്ടിയുടെ കല്യാണം കഴിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പഠിപ്പിനെ പറ്റുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ കുറെ സംഭവങ്ങൾ. അപ്പൊ ഇത് ഈ സ്ഥലം മേടിക്കുന്നത് കൂടിയിട്ട് ആ സ്ഥലത്ത് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടാവും, അത് ആരുടെ പേരിൽ എഴുതിക്കണം, അല്ലെങ്കിൽ ആ കുടുംബനാഥൻ ആരാണെങ്കിൽ അവനെ ശരിക്ക് പണി കിട്ടും. അത് മേടിച്ചതിന് ശേഷം ശരിക്കും കൃത്യമായിട്ട് ജോലിക്ക് പോകാൻ പറ്റില്ല, ശരിക്കും ഉറക്കമില്ല, ശരിക്കും എന്താ പറയാ കഞ്ഞിവെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, വീട്ടിലെ കലഹങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും അങ്ങനെ ഒരു ജാതി ദുരിതങ്ങളാണ് അവർക്ക് ഉണ്ടാകുക. അങ്ങനെ വരുമ്പോ ഈ സ്ഥലം അവർ മേടിച്ച് ചിലപ്പോൾ വീടുള്ളതായിരിക്കും. താമസിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇവരറിയും. കാരണം ഒന്നുമില്ലെങ്കിൽ അവർക്ക് ആകെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകള്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഉറക്കില്ല, അല്ലെങ്കിൽ പണിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം വെച്ച് വെക്കാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും സാധനം ഇട്ടെറിഞ്ഞ് പോയാൽ മതി എന്നുള്ള ആ നിലയ്ക്കുള്ള അനുഭവങ്ങളാവും അവര് അനുഭവിച്ചിട്ടുണ്ടാവുക. എങ്ങനെയെങ്കിലും ഇത് ഇട്ട് എറിഞ്ഞ് നമുക്ക് പോവാം, അവിടുന്ന് വേണ്ട, ഈ സാധനം വേണ്ട, ഇവിടെ കിടന്നോട്ടെ. അപ്പൊ പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ള നല്ല ലാഭത്തിന് അല്ലെങ്കിൽ ഇവർക്ക് നഷ്ടത്തിനോ ആ മേടിച്ചായിരിക്കാം. എങ്കിലും നല്ല സ്ഥലം, നല്ല വീട്, കിണറുണ്ട്, മോട്ടറുണ്ട്, അതുണ്ട്, ഇതുണ്ട്, അങ്ങനൊക്കെ പറഞ്ഞിട്ടാണ് മേടിച്ചിട്ടുണ്ടാവുക. പക്ഷെ അത് ഇവർക്ക് യാതൊരു തരത്തിലും അനുഭവിക്കാൻ പറ്റാത്ത തരത്തില്ല. എന്നാൽ വെറുതെ കൊടുത്താലും വേണ്ടി നമുക്ക് വാടകയ്ക്ക് പോവാ എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ ഈ ഇതിന്റെ ഉള്ളിലുള്ളതായ പ്രേതശല്യങ്ങളോ മറ്റ് ദുരിതങ്ങളൊക്കെ ഉണ്ട് വെച്ചിട്ടാണ് അങ്ങനെ ഉണ്ടാകുക. ഇനിയിപ്പോ ഇവര് വീട്ടിൽ താമസത്തിന് ഒരുങ്ങിയിരിക്കുക. താമസിക്കാനും ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം പോലും സന്തോഷത്തോടു കൂടി അവർ ജീവിക്കാനായിട്ട് കഴിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ സ്ഥലം ഇവരുടെ കയ്യിൽ നിന്ന് വിറ്റ് പോവില്ല, വേറെ സ്ഥലത്തേക്ക് പോകാനും പറ്റില്ല. അങ്ങനെ ഒട്ടനവധി ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകള് വരിയുണ്ടായിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ചിലതൊക്കെ ശരിയാവും, ചിലതൊന്നും ശരിയാവില്ല. കാരണം അത്രയും ദുരിതങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളാണ് വിട്ടുപോകുന്നവര്. ചില ആളുകള്, ചില ബ്രോക്കർ സ്ഥലം മേടിക്കുന്ന ആളുകള് സ്ഥലമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ആരാണ് ബ്രോക്കർ വെച്ചാൽ അവരെ കൊണ്ട് ചോദിപ്പിക്കും, ഈ സ്ഥലം എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ആളുടെ സ്ഥലം, ആ സ്ഥലത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നോക്കാനായിട്ട് അങ്ങനെ നോക്കി തുടങ്ങിയപ്പോ അതുമല്ല ജ്യോത്സ്യന്മാരെ അടുത്ത് ചെന്നിട്ട്. കാരണം ഒരു സ്ഥലം വാങ്ങിച്ച് വീട് വെക്കാനായിട്ട്, വീടുള്ളതാണ്, അപ്പൊ അവർക്ക് പല വീടുകളുണ്ട്. അങ്ങനെ ഈ വീട്ടിൽ താമസിക്കാനായിട്ട് വന്ന് നോക്കുമ്പോൾ രാത്രിയായി കഴിഞ്ഞാൽ വീടിന്റെ ഉള്ളിൽ ആരും നടക്കുന്നു, ഓടുന്നു, കഥകം ഇടിക്കുന്നു, അങ്ങനെ വേണ്ടുന്ന ഒരു ഇത്. അത് നോക്കുമ്പോൾ എന്താ വെച്ചാല് അവിടെ ശവം മറവ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്, അവിടെയാണ് വീട് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനാൽ തന്നെയാണ് മുന്നേ താമസിച്ചിരുന്ന ആളുകൾ വിട്ടെറിഞ്ഞു പോയിട്ടുള്ളത്. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്തെന്ന് പറഞ്ഞാല് ഇയാൾക്ക് വേറെ ആൾക്ക് സ്ഥലം മേടിക്കണം. ഞാൻ ഈ പറഞ്ഞ വ്യക്തി വേറെ ആളിന് സ്ഥലം മേടിക്കുക. അപ്പൊ അവർക്ക് എന്തെന്ന് പറഞ്ഞാല് അഡ്വാൻസ് ഒക്കെ കൊടുത്തു. അഡ്വാൻസ് കൊടുത്തിട്ടില്ല, പറഞ്ഞിട്ടുണ്ട് അഡ്വാൻസ് ഇന്ന ദിവസം തരാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ പറഞ്ഞ ആളുകൾക്ക് ഈ പൈസ കിട്ടിയിട്ട് വേണം
കല്യാണത്തിന് വേറെ അവരുടെ ഒരു ബന്ധുവിന്റെ കല്യാണമുണ്ട്. അപ്പൊ അവിടെ നിന്ന് അത്യാവശ്യം പൈസ ഒരു മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്ഥലം എന്തെങ്കിലും ചെയ്തിട്ട് തരാന്ന് പറഞ്ഞിട്ടാണ് പൈസ മേടിച്ചിട്ടുള്ളത്. ഇത് കിട്ടിയിട്ട് വേണം അവർക്ക് ഗോൾഡ് എടുക്കാനായിട്ട് പോകണം. അങ്ങനത്തെ ഒരു പ്രതിസന്ധിയിലാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇയാള് വരാന്ന് പറഞ്ഞ ദിവസം ടോക്കൺ തരാം അല്ലെങ്കിൽ അഡ്വാൻസ് തരാന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ ദിവസം ഇവർ കാത്തിരുന്നു, കാണാനില്ല. വീണ്ടും അപ്പൊ ഇങ്ങനെ സ്ഥലം വിറ്റിട്ട് വേണം അവർക്ക് കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ അഡ്വാൻസ് മേടിക്കാനായിട്ട് ഒരു പറഞ്ഞ സമയത്ത് ഇയാളിനെ കാണാനില്ല. വീണ്ടും വിളിച്ചു നോക്കുമ്പോ പറഞ്ഞു അവര് ഫോൺ എടുക്കണില്ല. അപ്പൊ എന്നെ മനസ്സിലായി എന്തോ പെശക് ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇവര് വീണ്ടും അന്വേഷിച്ചു. വിളിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇത് അഡ്വാൻസ് കിട്ടിയിട്ട് വേണം ആ കല്യാണത്തിന്റെ സ്വർണ്ണം കൊടുക്കാനായിട്ട്. ഇവർക്ക് വേറെ തരത്തിൽ എങ്ങനെ നോക്കിയാലും പൈസ കിട്ടുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിനെ വിളിച്ചു നോക്കിയപ്പോഴാണ് ഞാൻ ഇത് അഡ്വാൻസ് തരാനായിട്ട് അവിടെ നിന്ന് പുറപ്പെടുമ്പോഴേക്കും എൻ്റെ അമ്മ കുഴഞ്ഞു വീണു. അമ്മ ആശുപത്രിയിലാണ്, ICUലാണ്. ഞാൻ അമ്മയുടെ അടുത്താന്ന് പറഞ്ഞു. ഇത് കേട്ടോടുകൂടി തന്നെ ഇവരുടെ പണി തീർന്നു. കാരണം അമ്മയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. പിന്നെ ആ കച്ചവടം നടക്കാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പൊ ഏതാണെന്ന് അന്വേഷിച്ചപ്പോ അവര് ഏതൊരു ജോലിസിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചപ്പോ ഈ സ്ഥലം പശയാണ്, മേടിക്കണ്ട. ഇത് മേടിച്ചതിന് ശേഷമാണ് അമ്മയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് സ്ഥലം മേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് കണ്ട. അപ്പൊ സ്ഥിരമായിട്ട് കച്ചവടം ചെയ്തിട്ട് വരുന്ന ആളുകൾക്ക് അറിയാം. ഇപ്പൊ ഇതിനെ കുറിച്ച് അറിയാത്തവർക്ക് അഭിപ്രായം പറയാം, അത് ഇതാണെന്നൊക്കെ അഭിപ്രായം പറയാം. പക്ഷെ സ്ഥിരമായിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകളാണ് അവർക്ക് ഈ പറ്റിയപ്പോ വീണ്ടും അവർ സ്ഥലം മേടിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ജോലിസിനെ കൊണ്ട് നോക്കിച്ചിട്ട് ഇല്ല എന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ മാത്രമേ അവർ മേടിക്കുള്ളൂ. കാരണം ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ് അവര്. അപ്പൊ ഇതേപോലെ തന്നെ ഒരു ഉദാഹരണം, ഈ ഒരു ടീംസ് വേറൊരാള് അവര് സ്വന്തം സ്ഥലമുണ്ട്, ആ സ്ഥലം ഇവർക്ക് വിൽക്കണം. അപ്പൊ അവിടെ താമസിക്കാൻ പറ്റുന്നില്ല, കുറെ പ്രശ്നങ്ങളുണ്ട് അതിൽ. അപ്പൊ അത് വിറ്റിട്ട് വേണം ഇവർക്ക് വേറെ സ്ഥലം മേടിക്കാൻ എന്നുള്ളതിൽ എന്താന്ന് പറഞ്ഞാല് അവർക്ക് അവിടെ അനവധി ബുദ്ധിമുട്ടാണ് ആ സ്ഥലത്ത്. അപ്പൊ ഒരു വാടകയ്ക്ക് റൂം എടുത്തിട്ട് അവർ താമസത്തിന് പോയി. അപ്പൊ അതിന് ബ്രോക്കറെ കണ്ടു. ആള് പറഞ്ഞു കുഴപ്പമില്ല, ആ സ്ഥലം നല്ല സ്ഥലമാണ്, വണ്ടിയൊക്കെ വരണതാണ്, കുഴപ്പമില്ല, ശരിയാക്കി തരേണ്ടത് പറഞ്ഞു. അങ്ങനെ ഇവരാണെങ്കിലോ ഈ വാടക വീട്ടിൽ ചെന്നോടെ വിട്ടിട്ട് അവരുടെ കാറ്റ് പോയ ബലൂന് പോലെ അവർക്ക് ആകെ അസുഖങ്ങള്, ഉറക്കില്ല, പോളിട്ട് കറിയ കുട്ടികളും ഇവരൊക്കെ. അങ്ങനെ വന്ന് നോക്കുമ്പോ ഇവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇവർ ഈ വീട്ടിൽ വന്നതിന് ശേഷം 1 മാസത്തേക്ക് പറഞ്ഞിട്ടാണ് വീട് എടുത്തിട്ടുള്ളത്. അതൊരു 5-6 മാസം കഴിഞ്ഞിട്ട് ഒരു കച്ചവടം നടന്നിട്ടില്ല. അവർക്ക് ഇവിടെ താമസിക്കാനും പറ്റാണ്ടായി, ഇവിടുന്ന് പോവാനും പറ്റുന്നില്ല. ചെന്നോര് അവരുടെ വീട്ടിൽ വന്ന് 2 പേര് രോഗിയെന്ന് പറഞ്ഞാല് അവർക്കൊന്നും കേൾക്കാൻ പറ്റില്ല. സന്ധ്യയായി കഴിഞ്ഞാല് ശരീരത്തിലൊക്കെ എന്തൊക്കെയോ പിടിച്ച് കയറുന്നു, അടി കിട്ടിയമാരുള്ള വേദനകൾ വരുന്നു, എണിക്കാൻ പറ്റുന്നില്ല, കുളിക്കണില്ല. അങ്ങനെ ഒരു പ്രത്യേകിച്ചുള്ളൊരു ബുദ്ധിമുട്ടുകൾ അവർക്ക് അടിക്കാൻ തുടങ്ങി. അങ്ങനെ ഇതിലും അതേപോലെ തന്നെ ഒരു അഡ്വാൻസ് തരാം അല്ലെങ്കിൽ മേടിക്കാന്ന് പറഞ്ഞ ആളെന്നെ അവര് വിളിച്ചു നോക്കുമ്പോൾ ആൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ സ്ഥലം മേടിക്കാന്ന് പറഞ്ഞ അല്ലെങ്കിൽ അവിടെ വന്ന് കണ്ടതിന് ശേഷം എനിക്ക് ആകെ പ്രശ്നങ്ങളായി, അതിന് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതാണ് ആ സ്ഥലം, അതുകൊണ്ട് നിങ്ങൾ ഇത് ശരിയാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും നോക്കി അറിയാമെന്ന് ചെയ്യുന്നു പറഞ്ഞു. അയാളുടെ എല്ലാ ഇടപാടുകളും അവസാനിപ്പിക്കേണ്ട അവസ്ഥയായി. വരുമ്പോൾ വണ്ടി ആക്സിഡന്റ് ആയി, അതേപോലെ തന്നെ പൈസയുടെ ഇതിൽ എന്ത് പറഞ്ഞാലും ഇയാൾക്ക് സ്ഥലം മേടിക്കാൻ വരാൻ തോന്നുന്നില്ല. അപ്പൊ ഈ പറഞ്ഞു വന്നത് ഒരുപാട് ആളുകളുടെ വിഷമാണ് ഇത്തരം ഇങ്ങനെ സ്ഥലങ്ങൾ വിറ്റുപോകാതെ കയ്യിൽ വെട്ടുകിടക്കുന്നത്. ആ കയ്യിലുള്ള സ്ഥലത്താണ് താമസിക്കാനും പറ്റാതെ. അപ്പൊ ഇതിനൊക്കെ കുറെ ആളുകൾ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം പൈസ മേടിച്ചിട്ടുണ്ടാവും. കാരണം ഒരാളിനെ വിട്ട് വേറെ ആളുടെ അടുത്ത് പോകുമ്പോൾ അയാൾ കാണുന്ന ദോഷങ്ങൾ തന്നെയാണ്. സർപ്പങ്ങളുണ്ട്, അതുണ്ട്, ഇതുണ്ട്. ചിലവരതൊന്നും കാണില്ല, പൈസ തരാന്ന് പറയാം, എന്താണ് മേടിക്കുക, അതിനനുസരിച്ച് പ്രവൃത്തികൾ ചെയ്തു കൊടുക്കുക. ഇതവിടെ കൊണ്ടുവച്ചോളൂ, ഇതിവിടെ കൊണ്ടുവച്ചോളൂ, ഇന്നമാര് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ടൊന്നും ചിലപ്പോൾ പരിഹാരമാവില്ല. എന്നാലോ ഇതിനെ കൃത്യമായി നോക്കിയറിഞ്ഞ് പ്രേതത്തിൻ്റെ ആണെന്ന് പ്രേതത്തിൻ്റെ, അല്ലെങ്കിൽ മറ്റ് സർപ്പത്തിൻ്റെ ആണെന്ന് ഇതിനൊക്കെ കർമ്മം ചെയ്തു ആരൊക്കെ എന്തൊക്കെയാണ് കൊണ്ടുവച്ചെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റണം. എന്നിട്ട് അതേപോലെ തന്നെ പ്രേത ദുരിതങ്ങളെ അപ്പൊ ഈ സ്ഥലത്ത് ജീവിച്ച് മരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരുടെതൊക്കെ പ്രേത ദുരിതങ്ങൾ നിറയെ ഈ മണ്ണിലുണ്ടായിരിക്കും. അവരും അതേപോലെ തന്നെ ഈ മൂർത്തികളും ഒന്നായിട്ടാണ് നടക്കുന്നുണ്ടാകുക. അപ്പൊ ഇത് വിറ്റിട്ട് ഇതിന്റെ അസൽ ഓണർമാർക്ക് പോയിട്ടുണ്ടാവും,
നാട് വിട്ടുപോയവരെ എവിടേക്കും മക്കളുടെ വീട്ടിലോ മരുമക്കളുടെ വീട്ടിലോ അല്ലെങ്കിൽ മരിച്ചോ എങ്ങനെയൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ ഈ വീട്ടിൽ താമസിക്കാൻ ആളില്ല, ഇവിടെ ഉള്ളവരൊക്കെ വേറെ പുറം രാജ്യത്തേക്കാവും. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിനെന്ത് ചെയ്യണം എന്ന് പറയാൻ നോക്കി അറിഞ്ഞ് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് പ്രേതദോഷങ്ങളെ തന്നെ പ്രതിമയിലേക്ക് ആവാഹിച്ച് അതിനെ ഗതി വരുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുക. ഒപ്പം തന്നെ ഈ സ്ഥലത്ത് കിടക്കുന്നതായ മറ്റു മൂർത്തികളേനും കർമ്മങ്ങൾ ചെയ്ത് അതിനെ ഏത് തരത്തിലാണ് അതിനെ നീക്കം ചെയ്യാൻ പറ്റുക വെച്ചെങ്കിൽ അങ്ങനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സ്ഥലം വിറ്റുപോകാനുള്ള സാധ്യതകൾ ചിലതുണ്ടായിരിക്കും. അല്ലെങ്കിൽ അവരെ കയ്യിൽ തന്നെ കിടക്കുന്നത്. അപ്പം ഇങ്ങനെ കൃത്യമായിട്ട് പരിഹാരങ്ങളൊക്കെ ചെയ്ത് അവരുടെ സ്ഥലത്ത് നിന്ന് മണ്ണെന്ന് ഇതിനൊക്കെ മാറ്റം ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ മിക്കവാറും സ്ഥലങ്ങൾ വിറ്റുപോകാറുണ്ട്. അത് പറഞ്ഞിട്ട് ചിലപ്പോൾ കർമ്മികളേനെ വിഷമം അടിച്ചിട്ട് കാര്യമില്ല. കാരണം അവര് അത് 100% വിജയിക്കണം എന്നുള്ളതിലാണ് ചെയ്യുക. ഇപ്പൊ ചിലതിലും പറഞ്ഞ ചില സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞ ഈ കിണറ്റില് ഈ സർപ്പക്കാവിന്റെ അല്ലെങ്കിൽ മറ്റുള്ളതായ ദൈവങ്ങളൊക്കെ എടുത്തുകൊണ്ടിട്ടുണ്ടാവും. കാരണം മേടിച്ചിട്ടുള്ള ആൾക്ക് ഇത് എന്ത് ചെയ്യണമെന്ന് യാതൊരു രൂപം ഉണ്ടാവില്ല. ആ എടുത്തിട്ടൊക്കെ അങ്ങനെ ആരെങ്കിലൊക്കെ കുടിച്ചതിനെ കിണറ്റിലുണ്ടാവും. ചിലപ്പോൾ കിണറ് തുറക്കും. അതന്നെ ഏറ്റവും ദുരിതങ്ങൾ ഉണ്ടാകുക. വരുന്നവനെ കിണറുണ്ടായിരുന്നോ കുളം ഉണ്ടായിരുന്നോ ദൈവങ്ങളുണ്ടായിരുന്നോ ഒന്നും അവനെ അറിയില്ല. അപ്പൊ ഇതൊക്കെ അവിടെ കിടന്നിട്ട് ആകെ വിഷളക്കി നടക്കുന്ന പോലെ ഒരു അവസ്ഥ ഉണ്ടാകുക. പ്രേതങ്ങളുടെയും ദൈവങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ശാപങ്ങളും ദുരിതങ്ങളൊക്കെ ആയിട്ട് അതിനോട് ചിലപ്പോൾ അവിടെ വല്ല തൂങ്ങി മരണോ വിഷമടിച്ചിട്ടുള്ള മരണം എന്തെങ്കിലും നടന്നിട്ടുണ്ടാകാം. അപ്പൊ ഇതൊക്കെ എല്ലാം കൂടി മേടിക്കേണ്ട തലയിലേക്ക് വരിക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും കുറെ പ്രശ്നങ്ങൾ അനുഭവിക്കാനായിട്ട് അവിടെ വരും. അപ്പൊ ഇതിങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് നോക്കി അറിഞ്ഞിട്ട് അതിന് പരിഹാരങ്ങൾ ചെയ്യുക. അവരുടെ ശരീരത്തിൽ തട്ടാത്ത തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ് ചെയ്യുക. കാരണം ശരീരത്തിൽ തട്ടാന്ന് പറഞ്ഞാൽ അത് അവരുടെ കയ്യിലിരിക്കുന്ന തോറും അവർക്ക് കൂടുതൽ ദുരിതങ്ങൾ വരുള്ളൂ. ആ ദുരിതം മാറി ഭാവിയിലേക്ക് നല്ലത് വരാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ തന്നെ അവരുടെ ധർമ്മദൈവങ്ങളെ ഈ സ്ഥലത്തു നിന്നുള്ള അവരുടെ ബന്ധുമിത്രാദികളുടെ ഈ ധർമ്മദൈവാദികളെ അവിടേക്ക് ലയിപ്പിക്കാനോ അതിൻ്റെ മുൻകരുതലെടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇതിനെ ആവാഹിച്ച് മാറ്റുക. അതേപോലെ തന്നെ ദുരിതമുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഒഴിച്ചിടുക. അത്രയ്ക്ക് പറ്റുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദൈവങ്ങളെ വെച്ച് പൂജിച്ചിരുന്ന കാലത്തുള്ള അവരെന്നെ ഇതിനെ കൊല്ലാകൊല ചെയ്തിട്ടാകുമ്പോൾ പോകുന്നുണ്ടാവുക. കാരണം കൃത്യമായിട്ടുള്ള കർമ്മങ്ങളും ഇല്ല, വിളക്കും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ മാസങ്ങളോളം വർഷങ്ങളൊക്കെ ഇട്ടിട്ടാവും ചിലപ്പോൾ കച്ചവടം ചെയ്തിട്ടുണ്ടാവുക. കാരണം ഇതൊക്കെ വിൽക്കാനായിട്ട് ഏൽപ്പിച്ചിട്ട് ഇവർ വിദേശത്തേക്ക് പോയിട്ടുണ്ടാവും. ആ വിദേശത്തുള്ള ഇതിൽ പെട്ടിരിക്കുന്ന എത്ര ആളുണ്ട് വെച്ചാൽ അവർക്കൊക്കെ ശാരീരികവും മാനസികമായിട്ടുള്ളതായ കഷ്ടതകളും ദുരിതങ്ങളും രോഗങ്ങളും വിട്ടുമാറില്ല. ഇവരേതൊരു കാലത്ത് ഇവിടെ നിന്ന് വിട്ടിറങ്ങിപ്പോയി എപ്പോഴോ അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ ഈ സ്ഥലം വിറ്റുപോകുണ്ടാവുക. അത് മേടിച്ചതിനും കൊണ്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം ഈ ദൈവങ്ങളൊക്കെ ശാപങ്ങൾ തലമുറകളായിട്ട് അവരെ അനുഭവിക്കുന്നതായിട്ട് വരും. അപ്പം ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അത് ഏതെങ്കിലും കാരണവശാൽ അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവർക്ക് വിറ്റ് പോകണമെന്ന് കണ്ടാലേ ഒന്നുകിൽ ഇതിനെ ഉത്തരവാദിത്തപ്പെട്ടുള്ളതായ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. കർമ്മങ്ങൾ ചെയ്തിട്ട് ഈ പ്രേത ദുരിതങ്ങളെ മാറ്റുക. മറ്റുള്ളതായ ഈ സർപ്പങ്ങളിലെയോ പുവിലൊന്നാമത്തെ മണ്ണെന്ന് കാരണം അവർക്ക് വേരോടി ഉണ്ടാകുന്ന ദൈവങ്ങളോ ആ ദൈവങ്ങളെ നന്നായി കർമ്മം ചെയ്ത് അവരുടെ ആവാഹിച്ച് കർമ്മപ്രീതി വരുത്തി വീട്ടുകാരുടെ സമ്മതത്തോടുകൂടി അതിന് ഏതെങ്കിലും ക്ഷേത്രത്തിൽ സമർപ്പിക്കാനായിട്ട് പറ്റുമോ എന്നുള്ള കാര്യം നോക്കുക. അത് സമർപ്പിക്കുക. പറ്റുന്നിടത്തോളം കാലം അവിടെ പോയിട്ട് അവർ വർഷത്തിലൊരിക്കൽ കർമ്മങ്ങൾ ചെയ്യാം. ഇങ്ങനെയുമ്പോഴാണ് അവർക്ക് ചിലപ്പോൾ ഈ സ്ഥലം വിറ്റുപോയാലും കാരണം ഇവിടെ അനാഥയായിട്ട് കിടക്കുന്നത് ഈ ദൈവങ്ങൾ ഇവിടെ ഇങ്ങനെ എന്താ പറയുക അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. അപ്പം ഈ ധർമ്മദൈവാദികളൊക്കെ ഇങ്ങനെ അവർക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ഇവർക്ക് അശുദ്ധികളും ശാപങ്ങളൊക്കെ ആയിട്ട് വരിക. അത് വീട്ടുകാർക്ക് താങ്ങാനായിട്ടുള്ള കരുത്തുണ്ടാവില്ല. അപ്പൊ അവർക്ക് കൂനിമ കുരു എന്ന് പറഞ്ഞമാര് ഉള്ള ദോഷങ്ങളെക്കാട്ടും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക. അപ്പൊ എവിടെയെങ്കിലും എന്തെങ്കിലും പോകേണ്ടി വെച്ചെങ്കിൽ അതേപോലെ തന്നെ പഴയ ആളുകൾ ആയിട്ട് കൈമാറി വന്നതാണ് വെച്ചെങ്കിൽ അവരോട് തെറ്റും മാപ്പൊക്കെ പറഞ്ഞിട്ട് അതിനെ കർമ്മം ചെയ്തിട്ട് ഏതെങ്കിലും ഉചിതമായിട്ടുള്ള ക്ഷേത്രങ്ങളിലോ മറ്റോ സമർപ്പിച്ചാൽ നന്നാവുമെന്ന് നോക്കുക. അല്ലാതെ അതിങ്ങനെ തട്ടി മൂടിയിട്ട് പോകേണ്ട ഒരു അവസ്ഥ വരരുത്. അപ്പൊ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.